മാസപ്പടി കേസിൽ പുതിയ ട്വിസ്റ്റ്. കേസിൽ വീണയേക്കാൾ വലിയ സാമ്പത്തിക പങ്കാളിത്തമുള്ള മറ്റാരോ അണിയറയിൽ ചരട് വലിച്ചിട്ടുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അന്വേഷണ സംഘം ഇപ്പോൾ ഊർജിതമായി ആ അദൃശ്യമുഖത്തിന്റെ പിന്നാലെയാണെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ഇഡിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിയാതെ വന്നതോടെ അന്വേഷണം നീളുന്നത് ഞെട്ടിക്കുന്ന സാധ്യതകളിലേക്കാണ്. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളായിരുന്നു വീണ നൽകിയത്. എന്നാൽ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള SFIO കണ്ടെത്തിയ രേഖകളും മുൻപ് നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളെ മുന്നിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. എക്സാലോജിക് IT സൊല്യൂഷൻസ് എന്ന കമ്പനി നൽകിയതായി പറയപ്പെടുന്ന സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ സാങ്കേതിക വശങ്ങൾ പോലും കൃത്യമായി വിശദീകരിക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കമ്പനിയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ഉടമയ്ക്ക് അറിയില്ലെങ്കിൽ കമ്പനിയുടെ അണിയറയിലിരുന്ന് ഇത്തരം വൻകിട സാമ്പത്തിക ഇടപാടുകൾ ആസൂത്രണം ചെയ്തതും നിയന്ത്രിച്ചതും മറ്റാരോ ആണെന്ന നിഗമനത്തിലാണ് ED. ഈ വ്യക്തി ആരാണെന്ന് കണ്ടെത്താനാണ് നിലവിൽ ഡിജിറ്റൽ രേഖകളുടെ ഫോറൻസിക് ഓഡിറ്റിംഗ് അടക്കം ED നടത്തുന്നത്. വീണയുടെ കമ്പനിക്ക് CMRൽ നിന്ന് കോടികളുടെ കരാർ കിട്ടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ കമ്പനിക്ക് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന അന്വേഷണവും നടക്കുന്നുണ്ട്. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അതായിരുന്നു. അതുകൊണ്ട് തന്നെ വീണയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കേസ് ക്ലൈമാക്സിലെത്തിക്കാൻ EDക്ക് പ്ലാനില്ല. അറസ്റ്റ് ഒഴിവാക്കി നേരിട്ട് കുറ്റപത്രം നൽകി കൂടുതൽ പേരിലേക്ക് കേസ് വ്യാപിപ്പിക്കാനാണ് സാധ്യത. നിലവിലെ പ്രതിപ്പട്ടിക അപ്പാടെ മാറാൻ പോകുന്നു എന്ന സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത്. ED ഇപ്പോൾ വീണ എന്ന ചെറിയ മീനിനെ ചൂണ്ടയിലിട്ട് ഓടിച്ച് വലിച്ച് അണിയറയിലിരിക്കുന്ന തിമിംഗലത്തെയാണ് ഉന്നം വയ്ക്കുന്നത്.